ഹേ ഗായ്സ്, ഞങ്ങളുടെ കുട്ടി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കാശിക്കുട്ടൻ്റെ നൂലുകെട്ടാട്ടോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും തന്നെ നല്ല രീതിക്ക് ലേറ്റായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും അവർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ചടങ്ങിക്ക് കടന്നു കേട്ടോ. ചേട്ടൻ അവന് ചരടും തൊരടൊക്കെ കെട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും നമ്മുടെ കാശിക്കുട്ടൻ അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവൻ നല്ല ഉറക്കമായിരുന്നു. കാശിക്കുട്ടൻ്റെ അമ്പുടി ചേച്ചിയും കുഞ്ഞിച്ചേച്ചിയും നല്ല സൂപ്പറായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞിപ്പോൾ ആദ്യം ഉറക്കത്തിലായതുകൊണ്ട് അവൾക്ക് ആദ്യമൊന്നും ഒന്നും മനസ്സിലാവുന്നുണ്ടായില്ല. എന്നാലും ആളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ചേട്ടനും അവളും ഒക്കെ ഒരമരുന്നും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കാശി ഇതൊന്നും അറിയുന്നുണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാനും അമ്മയും ഇരുന്നു കേട്ടോ. അവന് തളയും വളയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ചെയ്യുമ്പോൾ മാത്രം ആൾ ഉറക്കത്തിൽ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ എണീക്കാനുള്ള പ്ലാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ തട്ടിക്കൊടുത്ത് അങ്ങനെ ഉറക്കി. ഇനി എനിക്ക് കഴിഞ്ഞാൽ കരഞ്ഞ് സീനാക്കിയല്ലോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കണ്ണെഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൺമഷിക്ക് എടുത്തു. എനിക്ക് നല്ല ടെൻഷൻ, കാരണം കുഞ്ഞിക്ക് എഴുതി കൊടുക്കണ പോലെയല്ല, അവൻ ഭയങ്കര സോഫ്റ്റ് അല്ലേ. പിന്നെ ആൺകുട്ടികളെ എങ്ങനെ ഒരുക്കാമെന്നൊന്നും എനിക്ക് വലിയ പിടുത്തില്ല. നമ്മളെ ഈ പെൺകുട്ടികളെ ഒരുക്കിയല്ലേ ശീലമുള്ളൂ. പിന്നെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ഞാൻ എഴുതി ഒപ്പിച്ചു. ഞാൻ അവളോട് പറയായിരുന്നു, ഞാൻ എഴുതിയിട്ട് നീ മാച്ച് കളഞ്ഞിട്ട് നീ വേണമെങ്കിൽ ഒന്നും കൂടി എഴുതിക്കോട്ടാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ചടങ്ങ് പെങ്ങന്മാരാണല്ലോ ഇതൊക്കെ ചെയ്യുക. അപ്പോൾ പിന്നെ ഞാനങ്ങനെ ചെയ്യുന്നതാട്ടോ. കാശിക്കുട്ടൻ എന്താ എന്നെ ഇവിടെ കാട്ടടേ, താരതൊക്കെയെന്നുള്ള രീതിയിലാണ് ഉറക്കത്തിൽ എൻ്റെ കൈയൊക്കെ തട്ടി മാറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ എഴുതി ഒപ്പിച്ചു. പിന്നെ അമ്മ അവനെ എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് പിന്നെ ഓരോരുത്തരായി അവന് വന്നിട്ട് ഓരോ മരുന്ന് കൊടുക്കായിരുന്നു കേട്ടോ. അവളുടെ അമ്മയും അനിയത്തിയും ബന്ധുക്കളും അങ്ങനെ ഓരോരുത്തരായിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ സഞ്ജുവേട്ടനെ ചോദിക്കുന്നതാട്ടോ. കുഞ്ഞിത്തിരി വാശിയായിട്ട് സഞ്ജുവേട്ടൻ കുഞ്ഞിനെ എടുത്തിട്ട് പോയിക്കായിരുന്നു. അത് കാരണം സഞ്ജുവേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതാ കഴിഞ്ഞപ്പോൾ മാമൻ വന്നു കേട്ടോ. മാമൻ വന്ന് ഞങ്ങൾ ചെറിയ ഗിഫ്റ്റൊക്കെ മേടിച്ചിരുന്നു. അതൊക്കെ ഇട്ട് കൊടുത്തു, ഓരോ മരുന്നൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഓരോരുത്തരായി അവന് ഗിഫ്റ്റുകളും ഒക്കെ കൊടുക്കാൻ തുടങ്ങി കേട്ടോ. ഇതൊക്കെ നടക്കുമ്പോഴും അവൻ ഇതൊന്നും അറിയാണ്ട് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ചേട്ടനും അവളും അവന് പേര് വിളിച്ചു കേട്ടോ. സത്യത്തിൽ ഞങ്ങൾക്ക് അതുവരെ ആ പേര് എന്താണെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ആ പേര് റിവീലായി. അപ്പം നിങ്ങൾക്കും ആ പേര് എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ അവനിട്ട പേരാണ് യുവാൻ എം പ്രവീൺ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വീട്ടിലെ കാശിക്കുട്ടൻ എന്നാണ് വിളിക്കുന്നത്. യുവിന്ന് വീട്ടിൽ എൻ്റെ വ്ളോഗ് ചെയ്തത്. ഇതാണ് ഞങ്ങളുടെ ധീരചേട്ടൻ. ഹായ് കൊടുക്കും, ഞങ്ങളുടെ വ്യൂസിന് ഹായ് കൊടുക്കും. അത് നമ്മുടെ ധീരചേട്ടനാട്ടോ. എൻ്റെ ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എനിക്ക് എൻ്റെ ചേട്ടൻ്റെ പോലെ തന്നെയാട്ടോ. പിന്നെ അവിടെ ഫോട്ടോ സെക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് വീണ്ടും അവൻ കിടക്കന്നെയാട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പം അത്രേ ഉള്ളൂ ഗായ്സ്. എൻ്റെ ക്യൂട്ട് ബട്ടർഫ്ലൈസിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ.